ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവാശ്രയത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ദൈവമക്കൾ എന്ന നിലയിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ഏറ്റവും മഹത്തായ അഭയവും കൃപയും ദൈവമാണ്. സുവിശേഷത്തിലൂടെ ഈ ദിനം യേശു ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഒരേ സമയം ദൈവത്തെയും ആമാനെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കരുത് എന്നാണ്. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെയും സമ്പത്തിനെയും അമിതമായി ആശ്രയിക്കുകയും ദൈവത്തെ കൂട്ടുപിടിക്കുകയും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരുമാകണം. യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ കൃപയും ഈ ലോകത്തിൻ്റെ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകരുത് എന്നാണ്. ഭക്ഷണത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ നിങ്ങൾ ആകുലരാകരുത്. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് സാധ്യമല്ല. എല്ലാം ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നാം ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന വയലിലെ ലില്ലിപ്പൂക്കളെ മനോഹരമായി അലങ്കരിക്കുന്ന ദൈവം നമ്മെയും ആവശ്യമായ നന്മകൾ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വയലിലെ ലില്ലിക്ക് സോളമൻ്റെ സകല മഹത്വത്തെക്കാൾ മഹത്വവും അലങ്കാരവും നൽകിയ ദൈവം നിന്റെ ജീവിതത്തിലും ആ കൃപയുടെ ബലം നൽകുക തന്നെ ചെയ്യും. ഇപ്പോൾ ഉള്ളതും അടുത്ത ദിനം തീയിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ഇത്രമാത്രം കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആവശ്യമായത് അവിടെ നൽകാതിരിക്കുമോ? നാം എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം. നമ്മുടെ പ്രത്യാശ സജീവ ദൈവത്തിലാകണം. വിശ്വാസത്തിൽ ആഴം കുറയുമ്പോഴാണ് നാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ തകർന്നു പോവുകയോ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നവരാവുകയോ ദൈവാശ്രയത്തിൽ നിന്ന് അകന്നു പോവുകയോ ഒക്കെ ചെയ്യുക. നമ്മൾ അപ്രകാരമാകരുത്. യേശു പറയുന്നത്, വിജാതിരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്നൊക്കെ. എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലരാകരുത്. കാരണം നമുക്ക് ദൈവം ഏറ്റവും മഹത്തായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നാം ആ ഉറപ്പിൽ വിശ്വാസമർപ്പിച്ച് ജീവിതയാത്ര തുടരുന്നവരാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം അറിയുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. വലിയൊരു ആത്മീയ അനുഭവമാണ് യേശു പറയുക. നാളത്തെക്കുറിച്ച് നാം ആകുലരായി ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും കൃപകളും നഷ്ടമാക്കരുത് എന്നുകൂടി യേശു ഓർപ്പെടുത്തുന്നു. ഓരോ ദിനത്തിനും ആ ദിനത്തിൻ്റെതായ ക്ലേശങ്ങൾ മതി. ഇന്നലകളുടെ ഭാരവും സങ്കടവും നൊമ്പരങ്ങളും നാം ഇന്നും പേരേണ്ടതില്ല. അതാത് ദിവസത്തെ ക്ലേശങ്ങളെ വഹിക്കുവാനുള്ള ബലമേ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. പലപ്പോഴും നാം അനാവശ്യ ഭാരമാണ് ചുമക്കുക. സത്യത്തിൽ നമ്മുടെ ഭാരം വഹിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. യേശു നൽകുന്ന ഉറപ്പാണിത്. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം അവനെ ഭരമേൽപ്പിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് ആശ്വാസത്തിൻ്റെ തണലായി നിലകൊള്ളുവാൻ നമുക്ക് സാധ്യമാകും. ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. ക്രിസ്തു നമുക്ക് സ്വന്തമെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹദായകമായ അനുഭവമായി മാറും. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് സുവിശേഷം ഉറപ്പ് നൽകുന്നു. ദൈവത്തെ നാം ആശ്രയിക്കുകയും ദൈവത്തെ സ്വന്തമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്താൽ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായതെല്ലാം സ്വർഗം സത്യമായി നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഈ വിശ്വാസത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധമുള്ള മക്കളായി ജീവിക്കുവാൻ ആത്മീയ ബലം നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.